ഇപ്പോൾ പല കളേഴ്സിലും പല ഷേപ്സിലുമുള്ള പെബിൾസ് ഒക്കെ ധാരാളം നമ്മുടെ നഴ്സറി ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോർ ചെടികളൊക്കെ സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി ഇതുപോലെ പെബിൾസ് ഒക്കെ ഫില്ല് ചെയ്യാറുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് പെബിൾസ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അതുമാത്രമല്ല, നിങ്ങളിൽ ആരെങ്കിലും ഒരു പ്ലാന്റ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക. കാരണം ഇതിൽ ഞാനൊരു പ്ലാന്റ് ഗിഫ്റ്റ് ഐഡിയയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് മെറ്റൽ ചിപ്സ് ആണ്. സാധാരണ നമ്മൾ വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന പാറക്കല്ലിൻ്റെ കൊച്ചു കഷ്ണങ്ങളാണിത്. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കാം. അതിലേക്ക് നമ്മുടെ മെറ്റൽ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആക്രിലിക് പെയിൻ്റ് ആണ്. ഈ പെയിൻറ്റ് നമ്മൾ ചിപ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു പരന്ന സർഫസിലേക്ക് ഇതിനെ ഇട്ട് കൊടുത്ത് ഉണക്കിയെടുക്കേണ്ടതാണ്. നല്ല വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. ഉണക്കിയെടുത്തത് നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പറ്റുന്നില്ലെങ്കിൽ അത് തീർച്ചയായും നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതേ രീതിയിൽ തന്നെ കുറച്ച് കളേഴ്സ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഫൈനലി നമ്മുടെ ഈ മെറ്റൽ ചിപ്സ് എല്ലാം കളർഫുള്ളായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പെബിൾസ് സ്വന്തമായി വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ചെടിയെ എങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് മാറ്റിയെടുക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കളറിലുള്ള പെബിൾസ് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ജാറ് ഇപ്പോൾ ജാമിൻ്റെ ജാറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗള് വാങ്ങിക്കാൻ കിട്ടും, ഗ്ലാസ് ടൈപ്പ്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ 3 കളേഴ്സിലുള്ള പെബിൾസാണ് ഈ ജാറിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ മണ്ണൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം പായലിൻ്റെ കൊച്ചു കഷ്ണങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ നടാൻ പോകുന്ന ഈ ചെടി എൻ്റെ ഒരു ഫേവറേറ്റ് ചെടിയാണ്. ഇതിൻ്റെ പേര് ഫിറ്റോണിയാണ്. നെർവ് പ്ലാന്റ് എന്നും പറയാറുണ്ട്. അതുമാത്രമല്ല മൊസൈക്ക് പ്ലാന്റ് എന്നും നമ്മൾ പറയാറുള്ള ചെടിയാണ്. ഈർപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ടുകൊടുത്താൽ കിളിച്ചു വരുന്നതാണ്. വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന ഒരു ചെടി കൂടിയാണിത്. അതുകൊണ്ട് നമുക്കിതിനകത്തുനിന്ന് ചെറിയ ഒരു കമ്പ് നോക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നടാൻ വേണ്ടി നമ്മൾ ജാറിൽ ഒരു കമ്പ് വെച്ച് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് ചെടിയൊന്ന് നട്ടു കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെടി നട്ടിരിക്കുകയാണ്. നമ്മുടെ ചെടിക്ക് എപ്പോഴും കുറച്ച് ഈർപ്പം കിട്ടിയാൽ നല്ലതാണ്. ഒരിക്കലും ഓവർ വാട്ടറിങ് പാടില്ല. പിന്നെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു വിൻഡോ സൈഡിൽ വെക്കുക. ഇൻഡോറിൽ വെക്കാനും നല്ലൊരു ചെടി കൂടിയാണ്. ഇതുപോലത്തുള്ള സ്പ്രെയർ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ചെടിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നിങ്ങളുടേതായ ആർട്ടിസ്റ്റിക് വേയിൽ ഇതിനെ ഒന്ന് സ്റ്റൈലിഷ് ആക്കിയെടുക്കാം. ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു കൊച്ചു കുട്ടിക്കായതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെയും വ്യൂ ചെയ്ത എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് കാണും വരേക്കും ബൈ ബൈ.